ഹലോ, വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ്. ഓണം എത്തി, ഉത്രാടമാണ് ഇന്ന്. എല്ലാവരും ഉത്രാടപ്പാച്ചിലാണെന്നറിയാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇന്നൊരു വീഡിയോ ഉണ്ട്. ഓണം എന്ന് പറയുമ്പോൾ സദ്യയാണല്ലോ മെയിൻ. അപ്പോൾ ഇന്ന് അവിയലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ ചാനലിൽ ഇന്ന് അവിയലാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ അവിയൽ ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുവരെ അവിയലിൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ല. അപ്പോൾ ഓണമല്ലേ, അവിയലാവാമെന്ന് വിചാരിച്ചു. കാളൻ ഓൾറെഡി അമ്മ ഉണ്ടാക്കി വെച്ചു, പക്ഷെ ഞാനത് എടുത്തില്ല, അത് മറന്നു. അപ്പോൾ ഇന്ന് അവിയൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ മറക്കാതെ എടുത്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓണം സ്പെഷ്യൽ അവിയൽ. അവിയലിനുള്ള കഷ്ണങ്ങളാണിത്. നമുക്ക് അവിയലിന് ഏത് കഷ്ണങ്ങൾ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എല്ലാ പച്ചക്കറിയും കൂടെ കൂട്ടി ഉണ്ടാക്കുന്നതാണ് അവിയൽ. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 പച്ചക്കായ, പിന്നെ 2 മുരിങ്ങക്കായ, പിന്നെ 2 ക്യാരറ്റ് ഉണ്ട്. 2 ക്യാരറ്റൊന്നും മുഴുവൻ എടുക്കണില്ല കേട്ടോ, കാണിക്കുമ്പോൾ അത്രയും കാണിച്ചതാണ്. കുറച്ച് കൊത്തമരയ്ക്ക ഉണ്ട്, പിന്നെ പച്ചമുളക് നെറുകെ കീറിയിടാനാണ്, അത് എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ ഇത് നമ്മുടെ തൊടിയിലുണ്ടായ പയറാണ് കേട്ടോ, ഒരു 3-4 പയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നീളത്തിൽ അരിയണം. അവിയലിൻ്റെ പാകം അരിയാൻ നിങ്ങൾക്കറിയാലോ, നീളത്തിലാണ് അവിയലിന് അരിയുന്നത്. അപ്പോൾ അതുപോലെ അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പെന്ന് വെച്ചാൽ തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം, ഒന്ന് ഒതുക്കിയെടുക്കണം. അതിന് തേങ്ങാപ്പൂള് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒതുക്കിയെടുക്കണം. തേങ്ങയുടെ കൂടെ പച്ചമുളക് കൂട്ടിയിട്ടാണ് ചതച്ചെടുക്കുന്നത്. പച്ചമുളക് ഓൾറെഡി നമ്മൾ ഈ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ, പച്ചക്കറി വേവിക്കുമ്പോൾ അതിലിടുന്നതുകൊണ്ട്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ കൂടെ ഇട്ട് ചതച്ചെടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ച് കൊണ്ടുവരാം. ഈ ഒരു പാകത്തിനാണ് നമുക്ക് കഷ്ണങ്ങൾ മുറിച്ച്, അവിയലിനുള്ള കഷ്ണങ്ങൾ പച്ചക്കറി നുറുക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മുടെ അവിയൽ ഉണ്ടാക്കുന്നത് ഉണ്ടായത് എങ്ങനെയാണെന്നൊക്കെ ഉള്ള കഥ നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും. സദ്യ കഴിഞ്ഞ് ബാക്കി പച്ചമുളകാണ് കേട്ടോ. ഈ പച്ചമുളക് അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ നമുക്ക് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ട് കുക്കറിലിട്ട് വേവിക്കാം. ഇങ്ങനെ പച്ചക്കറിയെല്ലാം കഴുകി കുക്കറിലേക്ക് മാറ്റുകയാണ്. ഇത് നമ്മുടെ ഒരു ടെക്നിക്കാണ് കേട്ടോ. ഇത് അമ്മ ഇങ്ങനെയാണ് പച്ചക്കറിയെല്ലാം വെള്ളം ഊറ്റിയിട്ട് കുക്കറിലേക്ക് ഇടുന്നത്. അപ്പോൾ നമ്മൾ അവിയൽ ഉണ്ടായതിൻ്റെ ഒരു കഥ പറഞ്ഞു തരാം. എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി. പഞ്ചപാണ്ഡവരിലെ ഭീമനെ അറിയില്ലേ? ഭീമനാണ് അവിയൽ കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. സദ്യ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട്, അദ്ദേഹം ഒരു ഭക്ഷണപ്രിയനാണല്ലോ, അപ്പോൾ അദ്ദേഹം സദ്യ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വന്ന പച്ചക്കറിയുടെ അടിപൊടി എല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ്, ഒരു വിഭവമാണ് അവിയൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ എല്ലാം കൂടി ഒരു അവിയൽ പരുവം എന്ന് പറയില്ലേ, എല്ലാം ഇങ്ങനെ മിക്സായി വരുന്ന സംഭവങ്ങൾക്ക്. അപ്പോൾ അതാണ് ബാക്കി വന്ന എല്ലാ പച്ചക്കറിയുടെ അടിപൊടിയും ചേർത്ത് ഉണ്ടാക്കിയ ഒരു വിഭവം. അപ്പോൾ ഭീമനാണത് കണ്ടുപിടിച്ചത് എന്നാണ് പറയുന്നത്. അവിയലിൻ്റെ എന്താ പറയുക, സ്രഷ്ടാവ് ഭീമനാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കഥ ഉണ്ട് പുരാണത്തിൽ. അപ്പോൾ എന്തായാലും ആ അവിയലാണ് ഓണ സദ്യയിലെ ഒരു മെയിൻ ഐറ്റം. എനിക്ക് പക്ഷേ ഈ അവിയൽ വലിയ പ്രിയമില്ല കേട്ടോ. എനിക്ക് കാളൻ ഇഷ്ടമാണ്, കൂട്ടുകറിയും അതുപോലെ പൈനാപ്പിൾ പച്ചടിയും, അത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ്. എല്ലാം ഞാൻ കഴിക്കും, പക്ഷേ രണ്ടാമതും കൂടി ചോദിച്ചു വാങ്ങി കഴിക്കുന്നത് ആ 2 സംഭവമാണ്, കൂട്ടുകറിയും അല്ലെങ്കിൽ ഇലശ്ശേരിയേക്കാൾ ഇപ്പോൾ അധികവും കൂട്ടുകറിയാണ് സദ്യയിലൊക്കെ വരാറ്. ഇലശ്ശേരി അല്ലെങ്കിൽ കൂട്ടുകറി, പിന്നെ പൈനാപ്പിൾ പച്ചടി. കഷ്ണങ്ങളെല്ലാം നമ്മൾ കുക്കറിനകത്തിട്ടു. ഇനി മെയിനായിട്ട് കറിവേപ്പിലയും കൂടെ വേണം കേട്ടോ, നല്ല ഫ്രഷ് കറിവേപ്പില.
ഇനി പച്ചക്കറിയിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ വേണ്ടത് പച്ചമുളക് നീളത്തിലായി അരിഞ്ഞിട്ട്, അതായത് നടുക കീറിയിട്ട് ഇടുക. എരിവിനനുസരിച്ച് അമ്മ ഒരു 3-4-5 പച്ചമുളക് ഇടുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം, പച്ചക്കറി വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. കുക്കറിലാവുകൊണ്ട് മുരിങ്ങക്ക നല്ലപോലെ അങ്ങോട്ട് വേകും. പക്ഷേ മുരിങ്ങക്ക വല്ലാതെ വെന്ത് കഴിഞ്ഞാൽ അതിങ്ങനെ വിട്ട് പോരും. നമ്മൾ ആ ശരിക്ക് അത് കഴിക്കുന്നൊരു രീതിയില്ലേ, കടിച്ച് വലിച്ചിട്ട് അങ്ങനെ കഴിക്കാൻ കിട്ടില്ല. അത് വല്ലാതെ അങ്ങ് വെന്ത് ആയിപ്പോവും. അങ്ങനൊരു പ്രശ്നമുണ്ട് കുക്കറിൽ വേവിക്കുമ്പോൾ. എന്തായാലും നമ്മൾ കുക്കറിൽ തന്നെയാണ് വെക്കണത്. കറിച്ചട്ടിയിലോ മൺചട്ടിയിലോ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുരിങ്ങക്ക നമുക്ക് ഇടയിൽ ചേർത്താൽ മതിയാവും. അപ്പോൾ ആ വേഗ് കറക്റ്റായിട്ട് കിട്ടും. ഇനി അത് അവിടെ ഒന്ന് വിസിലടിക്കട്ടെ. ആ സമയം നമുക്ക് തേങ്ങ അരയ്ക്കാം. ഇത് രാവിലെ ചട്നി അരച്ചത് ജാറ്, അതിൽ ഇനിയും ചട്നി ബാക്കിയുണ്ട്. അതായത് തേങ്ങയും പച്ചമുളകും ഇട്ടിട്ട് തന്നെയാണ് അരച്ചത്. അപ്പോൾ പിന്നെ അത് മാറ്റിയില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തേങ്ങ ഒന്ന് ഒതുക്കി എടുക്കുകയാണ് കേട്ടോ. തേങ്ങയും പച്ചമുളകും വീണ്ടും ഇട്ടിട്ട് ഒന്ന് ചതച്ച് ഒതുക്കി കൊണ്ടുവരാനാണ്. ഇപ്പോൾ രാവിലത്തെ ചട്നി അത് തന്നെ ആയതുകൊണ്ട് അത് മാറ്റിയില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് ചതച്ചെടുക്കുകയാണ്. ഇനി നമുക്കത് ചതച്ചുകൊണ്ട് കൊണ്ടുവരാം. നമ്മൾ അവിയലിന് ഇനി വേണ്ടത് മോരാണ്. ഇതും വെണ്ണ എടുത്ത മോരാണ് കേട്ടോ, തൈരല്ല, മോര്. കാരണം ഒന്ന് തിളയ്ക്കണം. ഇപ്പോൾ നമ്മൾ മോരാണ് എടുക്കുന്നത്. വിസിലെല്ലാം മാറ്റി നമ്മൾ കുക്കർ തുറന്നു. പച്ചക്കറിയെല്ലാം നന്നായി വെന്തു. ആ വെന്ത മണം വരുന്നുണ്ട്. കുക്കറിനകത്തായതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. മുരിങ്ങക്കായ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുരിങ്ങക്കായ ഇത്രയും വേകേണ്ട ആവശ്യമില്ല. അത് പാത്രത്തിൽ കലച്ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും അതിൻ്റെ കൺസിസ്റ്റൻസ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അവിയലിൻ്റെ കഷ്ണങ്ങൾ. ഇനി ഇതിൽ നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാനുണ്ട്. പാകത്തിന് ഉപ്പ്, കല്ലുപ്പാണ് ഇടുന്നത്. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം നമ്മളിതിൽ മോരൊഴിക്കുകയാണ് കേട്ടോ. മോര് ഒരു 3/4 ഗ്ലാസ് മോര് ഒഴിച്ചിട്ടുണ്ട്. വെണ്ണ എടുത്ത മോര് തന്നെയാണ്, തൈരല്ല. അത് നന്നായി ഇളക്കുക. എന്നിട്ട് ആ മോരൊന്ന് തിളച്ച് വരണം. വല്ലാതെ കിടന്ന് തിളച്ച് കുറുകൊന്നും വേണ്ട. ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അരപ്പ്, അതായത് തേങ്ങ ഒതുക്കിയെടുത്തത് ചേർക്കുകയാണ്. ശരിക്കും സദ്യയിലെ അവിയലിലൊക്കെ തേങ്ങ ഇത്രയും അരയില്ല, ജസ്റ്റ് ഒന്ന് കുത്തിച്ചതച്ച് കൊണ്ടുവന്നിട്ട് ഇടുന്ന പോലെയാണ്. അപ്പോൾ അതൊരു വേറെ ടേസ്റ്റാണ് സദ്യയിലെ അവിയലിന്. എനിക്ക് ആ അവിയൽ ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ മോരൊഴിച്ച് തിളപ്പിച്ച് ഇങ്ങനെ വീട്ടിൽ വയ്ക്കുന്ന അവിയലിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. സദ്യയിലെ അവിയലിനൊരു ചെറിയ മധുരവും ഒക്കെ ഉണ്ടല്ലോ. ഇനി ആവശ്യത്തിന് കറിവേപ്പില ചേർക്കുകയാണ് കേട്ടോ. ആ കറിവേപ്പില നല്ല ഫ്രഷ് ആയത് കാരണം ആ ചൂട് കറിയിലേക്ക് അത് ഇടുമ്പോഴേ അതിൻ്റെ പ്രത്യേക മണമുണ്ട്. നന്നായി ഇളക്കുക. തേങ്ങ അരപ്പ് ചേർത്താൽ ഉടനെ തീ ഓഫ് ചെയ്തോളൂ കേട്ടോ. പിന്നെ അധികം തീയിലിരിക്കേണ്ട കാര്യമില്ല. ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓണം അവിയൽ. നമ്മുടെ വീട്ടിലെ ഓണത്തിനുള്ള അവിയലാണിത്. വീട്ടിലെ സ്റ്റൈൽ, അമ്മയുടെ സ്റ്റൈൽ ഇങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിൽ ചെറിയ ഒരു പരിപാടിയും കൂടെ ഉണ്ട്. ഇതിലൊരിത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. അതാണ് അടുത്ത പരിപാടി.
പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക എന്നുള്ള പരിപാടിയാണ് ഇനി. അതിൽ അമ്മയുടേതായ ഒരു ചെറിയ പൊടിക്കൈ, അതിലൊരു തുള്ളി പച്ചവെള്ളം ഒഴിക്കും. ആ എണ്ണയുടെ കൂടെ ഒരിത്തിരി പച്ചവെള്ളം. അതെന്താണെന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു സ്മെല്ല്, അതായത് നല്ലൊരു മണം വരും. വെളിച്ചെണ്ണയുടെ നല്ല മണം കിട്ടാനുള്ള ഒരു പൊടിക്കൈയാണ്. അമ്മയ്ക്ക് മുത്തശ്ശൻ പറഞ്ഞു കൊടുത്ത ഒരു ഐഡിയ, അത്ര അമ്മയുടെ അച്ഛൻ പറഞ്ഞു കൊടുത്ത ആ ഒരു ടിപ്പാണത്. മുത്തശ്ശൻ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അതാണ് അമ്മ എപ്പോഴും പറയുന്നു, മുത്തശ്ശൻ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഓരോന്നും ചെയ്യുക. അപ്പോൾ മുത്തശ്ശൻ്റെ ഒരു പൊടിക്കൈയാണ് അങ്ങനെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണത്തിന് അവിയൽ, ഇതാണ് അവിയൽ ഇന്നത്തെ സ്പെഷ്യൽ. കാളനും പുളിയിഞ്ചിയൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാളൻ എടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ, മറന്നുപോയി. അപ്പോൾ അവിയൽ ഇതാ നമ്മുടെ ചാനലിൽ. അപ്പോൾ എല്ലാവരും അവിയലൊക്കെ ഉണ്ടാക്കി, സദ്യയൊക്കെ ഉണ്ടാക്കി ഓണം ഉഷാറായി അടിച്ചു പൊളിക്കും. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഓണാശംസകൾ. ഇനിയൊരു ഓണം വ്ളോഗ് ഇടാം നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.